ഹോസ്റ്റലിൽ കാണാം. അതെ അതെ ഹോസ്റ്റലിലേക്കല്ലേ? തന്നെ ലേറ്റ് ആയി. ഹോസ്റ്റൽ ബികെ. നിങ്ങൾ പോയിക്കോ. ജോ എന്നെ പിന്നെ ഹോസ്റ്റലിൽ കൊണ്ടുവിട്ടു. ഓക്കേ ബൈ ബൈ ബൈ. ബൈ. ശരി ശരി ശരി. എടി ആ ഭദ്രാളി വരുന്നുണ്ടെന്ന്. ഇതൊക്കെ നേരേക്ക് വെച്ചേ. ഹലോ, എന്താ മാഡം? എന്താ കുട്ടികളെ, കിടക്കാറായില്ലേ? കിടക്കാൻ പോവാ മാഡം. ഐശ്വര്യ എവിടെ? ദേ എപ്പോഴേ കിടന്നു. സുഖമില്ല, ചെറിയൊരു കോൾഡാ. ആ ക്ലിനിക്കിലൊന്ന് കൊണ്ടുപോകാമായിരുന്നില്ലേ? കൊണ്ടുപോയി മാഡം. മരുന്ന് കഴിച്ചിട്ട് കിടക്കുക. ഞാനൊന്ന് നോക്കട്ടെ. ഇപ്പോഴത്തെ പനി സൂക്ഷിക്കണം. വേണ്ട മാഡം, ഉറങ്ങിക്കോട്ടെ. ഇതെന്തെങ്കിലും മൂടിയിട്ടിരിക്കുന്നേ? ടെമ്പറേച്ചർ കൂടും. ചൂട് കൂടിയാ നമ്മുടെ കൺട്രോളിൽ നിൽക്കാതെയാവും. ആ അതെ അതെ, പക്ഷെ ഇത് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. ആ ഞാനൊന്ന് നോക്കട്ടെ. എന്താ കുട്ടികളെ ഇത്? ഈ അഭ്യാസം ഒന്നും എന്റെ അടുത്ത് നടക്കില്ല. എവിടെ ഐശ്വര്യ? അത് മാഡം, ഐശ്വര്യ എവിടെയാണെന്ന്? നിങ്ങൾ ഒരുമിച്ചാ പോയത്. ഐശ്വര്യ എവിടെയാണെന്ന് എനിക്കറിയണം. എനിക്കറിയില്ല മാഡം, ഞാൻ ഇന്നലെ വീട്ടിലായിരുന്നു. അതൊക്കെ എവിടെയായിരുന്നു എന്ന് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ ബൈ. ആ നേരെ ഒരുപാട് വൈകി, വേഗം ചെല്ലേ. ഭാഗ്യം, രക്ഷപ്പെട്ടു. ബികെ വന്നില്ലല്ലോ. എന്താടി? എവിടെ പോയിരുന്നു കുട്ടി ഇതുവരെ? അത് എന്താണ് ഇത്ര വൈകിയത്? അത് നേരെ എത്രയെന്നറിയോ? ഞാൻ വീട്, ബസ്. കുട്ടി എവിടെ പോയതാ? താൻ എവിടെ പോയ, എന്തിനാ പോയെന്നൊക്കെ എനിക്കറിയാം. കുട്ടി ഡാഡി മമ്മി വിളിച്ച് ഞാനിപ്പോ പറയുന്നുണ്ട്. മാഡം പ്ലീസ് പ്ലീസ്, ഈ പ്രാവശ്യത്തേക്ക് എന്നോട് ക്ഷമിക്കണം. താങ്ക് യു താങ്ക് യു. ഗൗതം, ഒരു കോളേജിൽ 2 രാജാക്കന്മാരുണ്ടായാൽ ഇങ്ങനെ ഇരിക്കും. മനസ്സ് വച്ചാ ഇനിയുള്ള എല്ലാ മത്സരങ്ങളിലും നിനക്കൊന്നാമനാവാം. മെയ് കരുത്തുകൊണ്ട് മാത്രമല്ല ഇവിടെ സ്പോർട്സ്മാൻ ഉണ്ടാകുന്നത്. അതിന് വേറെ ചില തന്ത്രങ്ങളുണ്ട്. അത് പയറ്റണം. ഒന്നുമില്ല, സിമ്പിൾ. നീ ഞങ്ങളുടെ കൂടെ നിന്നാ മതി. ഓക്കെ ഓക്കെ. കഴിഞ്ഞ മീറ്റിന് കോളേജിൽ നിന്നാകെ പോയത് ഞാനും ജോയി മാത്രം. നിങ്ങൾ വലിയ ആൾക്കാര്, രണ്ടുപേരും ഒളിമ്പിക്സ് വരെ പോവാൻ പ്രാപ്തിയുള്ളവര്. ഞങ്ങള് പാവങ്ങള്. ഇന്റർ യൂണിവേഴ്സിറ്റി വാഴ്സിറ്റിയിലൊക്കെ ഓടിയും ചാടിയും, ഒടുവിൽ FCAയിലോ റെയിൽവേയിലോ ഒക്കെ. അതെന്തിനാ ഇന്റർ സ്റ്റേറ്റ് മീറ്റിനൊക്കെ പോകുന്ന ആൾ ഇത്ര കുറച്ച് പറയണ? കുറച്ച് പറഞ്ഞതല്ല, സ്പോർട്സിൽ വലിയ ആവേശം കാണിച്ചാലേ ഞങ്ങൾ പെൺപിള്ളേരുടെ ഗ്ലാമർ കുറയും. ഗ്ലാമർ കുറഞ്ഞാ പിന്നെ കല്യാണ മാർക്കറ്റിൽ യാതൊരു വിലയും കാണില്ല. അല്ലെങ്കിൽ പിന്നെ നീ എന്നെ കെട്ടണം. അതിനിപ്പോ കെട്ടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞോ? പറഞ്ഞില്ലേ വേണ്ട. പക്ഷെ ചെറുക്കന്മാരെ ഒന്നും കുടിക്കുന്ന വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. ഇന്നൊന്ന് പറയും, നാളെ പോപ്പുലർ ആവുമ്പോ വേറൊന്ന് പറയും. എനിക്കൊരു വാക്കേ ഉള്ളൂ, പഠിപ്പ് കഴിയാ. 400ന്റെയും 200ന്റെയും നാഷണൽ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാം. പിന്നെ അത് നടന്നു തന്നെ, നിന്റെ നാഷണൽ റെക്കോർഡ്. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ജോ ഉള്ളപ്പോ നാഷണൽ ഫസ്റ്റ് ആവാൻ നിനക്ക് പറ്റുമോ? നീ നോക്കിക്കോ, ഇത്തവണ ഞാൻ അവനെ തോൽപ്പിക്കും. ബെറ്റ്? ബെറ്റ്.
See, Angela, I've made it very clear. I don't want you to follow me every time I step out. Please. Hello? പറ. ആ ജോ പറ. സാർ ജോ. സാർ ഒരു ഗുഡ് ന്യൂസ് പറയാനാ വിളിച്ചത്. ഇത്തവണ നാഷണൽ മീറ്റിന് കേരളത്തിൽ നിന്ന് എനിക്ക് സെലക്ഷൻ. Congrats. So you made it, my boy. സാർ ഇത്തവണ കൊച്ചിയിൽ വെച്ച നാഷണൽ മീറ്റ്. ആ സെപ്റ്റംബറിലാ. ആ അപ്പം ഞാൻ നാട്ടിലുണ്ടാവുമല്ലോ. എനിക്ക് നേരിട്ട് കാണാം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ചെയ്യാം സാർ. താങ്ക് യു. ഓക്കെ സാർ. സോ ടേക്ക് കെയർ. താങ്ക്സ് അലോട്ട് സാർ. താങ്ക് യു. യെസ്. മുകുന്ദൻ സാർ എന്ത് പറഞ്ഞു? വലിയ സന്തോഷായി. ഇത്തവണ മീറ്റ് കാണാൻ സാറ് വരുന്ന പറഞ്ഞത്. യാ. മജീദിനെ ആദ്യമായി തല്ലത് നീയാ. അതിനുള്ള ട്രോഫി നിനക്ക് ഞാൻ ഒരുക്കിയിട്ടുണ്ട്. വണ്ടിയടാ. വെറുതെ അവന്മാരായിട്ട് വഴക്കിന് പോയിട്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ? മനഃപൂർവ്വമല്ലല്ലോ. പാവപ്പെട്ട പിള്ളേരുടെ മേലെ അവര് കുതിര കയറിയിട്ടല്ലേ. അതിപ്പോ ഇനി പ്രശ്നം ഉണ്ടായാലും ഞാൻ ഇടപെടും. വന്നോ? ഞങ്ങളിപ്പോൾ നിന്നെ വിളിപ്പിച്ചത് ഗൗതം, ഒരു പ്രത്യേക കാര്യം പറയാനാ. മെല്ലെ മെല്ലെ സ്നേഹിച്ച് സ്നേഹിച്ച് വേണം ശത്രുവിനെ തകർക്കാൻ. നിന്നെ തോൽപ്പിച്ച ആ ജോയെ, അതിന് നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഒന്നുമില്ല, ഞങ്ങൾ പറയുന്നിടത്ത് നീ അവനെ എത്തിച്ചു തന്നാൽ മാത്രം മതി. നീ വിഷമിക്കണ്ട, ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. ഞങ്ങള് കൂടെ ഉണ്ട്. We are with you. Okay.